ഹായ് ഓൾ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. ആദ്യമായി ലോങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഈ വീഡിയോയിലുണ്ടാവും. അതൊക്കെ നിങ്ങൾ കണ്ണടച്ച് വിട്ടേക്കേ. അപ്പം ഇന്നൊരു ബാപ്റ്റിസം റിട്ടേൺ ഗിഫ്റ്റാണ്. അതായത് ഞങ്ങളുടെ തന്നെ ഫാമിലി ഫ്രണ്ട് ഞങ്ങൾക്ക് തന്നൊരു ഓർഡറാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാർഡൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു റിട്ടേൺ ഗിഫ്റ്റ്, അതിലൊരു വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണേ. അതിനനുസരിച്ച് നല്ലൊരു പണിയുണ്ട് ഇതിൻ്റെ അകത്ത്. ലൈക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓ ഇത്രയല്ലേ ഉള്ളൂ, എന്താ ഇപ്പോൾ നോക്കാനായിട്ട്, ചെയ്യാനും അധികമില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും കുറേ ടൈം കൺസ്യൂമിങ്. ഇതിൻ്റെ അകത്ത് ഇരുന്ന ടൈം പോണതേ അറിയില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ആൻഡ് ഇതിൽ മെയിനായിട്ട് വർക്ക് വന്നതെന്ന് പറയാനായിട്ട് ബോ ഉണ്ടാക്കണം, പിന്നെ കൊന്ത അറ്റാച്ച് ചെയ്യണം, പിന്നെ ഇത് വെക്കാനുള്ള ബോക്സ് അത് ഞങ്ങൾ തന്നെ ഫോം ബോർഡ് മേടിച്ച് അതിൻ്റെ ബോർഡ് മേടിച്ച് അത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലിപ്പത്തിലൊക്കെ ചെയ്തെടുക്കാമല്ലോ. ആൻഡ് ഫസ്റ്റ് ഞങ്ങൾ ഇരുന്ന പണി അതിലാണ്. പിന്നീടാണ് ഓരോന്നും ചെയ്ത് അതിലേക്ക് സാധനങ്ങളൊക്കെ വെച്ചത്. രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടാകുമ്പോൾ ഈസി ആയിട്ട് കഴിയും. ഇത് ഒരാൾ തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ കൊടുക്കുന്നതിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുമ്പേ വർക്ക് തുടങ്ങിയാലേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടന്ന് പിന്നെ നമുക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നണം. നമുക്കൊരു വർക്ക് ചെയ്യും എന്നാലേ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ തോന്നലും എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ വേണം ചെയ്യാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ കൊടുക്കേണ്ട ഓർഡറിന് തലേന്ന് ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്യണം. പട്ടീനെ പോലെ പണ്ട് ഉറക്കവും കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കണം. അതും ബുദ്ധിമുട്ടാണ്. നമുക്ക് 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ചിരിച്ച് കളിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ ടൈം പോണതും അറിയില്ല, വർക്ക് തീരണതും അറിയില്ല. അങ്ങനെയൊക്കെയല്ലേ. ഇതൊരു സ്മോൾ ഫങ്ഷനായിരുന്നു. അതായത് ഒരു 10-60 പേർക്കുള്ള റിട്ടേൺ ഗിഫ്റ്റാണ് ഞങ്ങൾ റെഡിയാക്കിയത്. ടൈം എടുത്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ചധികം ടൈം എടുത്തു കാര്യങ്ങൾ ചെയ്തു വരാനൊക്കെ ആയിട്ട്. ആൻഡ് ഈ 60 റിബൺ ഉണ്ടാക്കാൻ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇത്രയും കണ്ട് അതവിടെ ആ സ്റ്റേജിലൊക്കെ നമുക്കിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എന്താ പറയുക, ഉള്ളിലൊരു സന്തോഷം, നമ്മൾ ചെയ്തതാണല്ലോ എന്നൊക്കെ ഉള്ളത്. ആൻഡ് മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുക്കണ ആൾക്കത് ഇഷ്ടപ്പെടണം. അങ്ങനെ ആൾ പറഞ്ഞ രീതിയിൽ തന്നെ ആൾ റെഫറൻസ് തന്നായിരുന്നു, അതിനനുസരിച്ചാണ് ചെയ്തത്. അതായത് കറക്റ്റ് മാച്ച്, കാർഡിന് മാച്ച് ആയിരിക്കുന്ന കൊന്ത, അതിൻ്റെ കളറ് എല്ലാം ആൾ തന്നെ പറഞ്ഞ് ചെയ്തതാണ്. അതിന് ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. റെഫറൻസ് പിക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ബേബിയുടെ പേര് വരുന്നത് ഇനാന എന്നായിരുന്നു. അതൊക്കെ നമ്മൾ കാർഡിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ തീമായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത്. ആൻഡ് ഇവരുടെ വെൽക്കം ബോർഡും ഇൻവിറ്റേഷൻ കാർഡൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. പോരാത്തതിന് ഇവരുടെ മാരേജിൻ്റെ ഇൻവിറ്റേഷൻ ആണെങ്കിലും അതെല്ലാം ഞങ്ങൾ തന്നെ. ഇത്രയും കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കൊച്ചുണ്ടാകുമ്പോഴും അതിൻ്റെയും എല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു സന്തോഷമാണ്. ഞാൻ അതിൻ്റെ റെഫറൻസ് പിക്കൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം, ഞങ്ങൾ ചെയ്തതും എല്ലാം. ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.